ഞാൻ തന്നെ ഇപ്പോൾ മൾട്ടിമീഡിയ എടുത്തുകൊണ്ട് കുടുങ്ങി കിടക്കാന്ന് പറയാം. കാരണം ഇക്ക് വീഡിയോഗ്രാഫി അറിയാം, വീഡിയോ എഡിറ്റിംഗ് അറിയാം, ഗ്രാഫിക് ഡിസൈനിങ് അറിയാം, ആനിമേഷൻ അറിയാം, ഇങ്ങനത്തെ എല്ലാ പരിപാടിക്കും അറിയാം. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഏത് ചൂസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഏത് ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. ഇനിയിപ്പോൾ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അറിവിൽ ഇതുവരെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. കാരണം ഈ ഒരു സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഒരു പേരിന് മാത്രം അവിടെ വെക്കുള്ളൂ. നമ്മളെ വർക്കാണ് മെയിൻ. എൻ്റെ കുറേ ഫ്രണ്ട്സ് മൾട്ടിമീഡിയ പഠിച്ചിട്ട് ഇതിനെപ്പറ്റി ധാരണ ഇല്ലാതെ എങ്ങനെയൊക്കെ പാസ്സായി പോയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഈ മൾട്ടിമീഡിയയുടെ ഡിഗ്രി ഉണ്ടെന്ന് വെച്ചിട്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് അവർക്ക് ജോബ് കിട്ടാനോ അല്ലാതെ അവർ ഇൻ്റർവ്യൂ പാസ്സാവാനോ അവർക്ക് ഫ്യൂച്ചറിൽ എവിടെയും എത്തിപ്പെടാനോ ഒന്നും സാധിക്കില്ല. കാരണം ഇതിൽ എന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്കില്ലും കാര്യങ്ങളും മസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ ലിങ്ക്ഡിന് അങ്ങനത്തെ സൈറ്റൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമുക്കൊരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ജോബ് കിട്ടുമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് ആ ഒരു ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ടോപ്പിലെത്താൻ പറ്റുള്ളൂ.